പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ തവിടിശ്ശേരിയുടെ ഗ്രാമമനസ്സുകൾക്ക് വിജ്ഞാനത്തിന്റെ അഗ്നി പകർന്നു നൽകി നാട്ടകത്തിന്റെ ഹൃദയതാളത്തിൽ അലിഞ്ഞുചേർന്ന നാമമാണ് തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്കൂളിന്റെ 70-ാം വാർഷികാഘോഷം 8 മാസക്കാലം നീണ്ടു നിൽക്കുന്ന 70 പരിപാടികളോടെ 2024 സെപ്റ്റംബർ മുതൽ 2025 ഏപ്രിൽ വരെ സമുചിതമായി ആഘോഷിക്കുന്നു. പ്രോഗ്രാം വിജയത്തിനായി പെരിങ്ങോം പ്രസ് ഫോറം ഓഫീസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പ്രധാനാധ്യാപിക KP സ്മിത, വാർഡ് മെമ്പറും സംഘാടക സമിതി ചെയർമാനുമായ K കമലാക്ഷൻ, PTA പ്രസിഡന്റ് VK സതീഷ്, CK ശശി, വിജിന സുജിത്, പ്രസന്നകുമാർ VK, P സരിത, P 1955 ആരംഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ തവിടിശ്ശേരി 70-ാം പിറന്നാളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് 70-ാം വാർഷികം പ്രമാണിച്ച് തവിടിശ്ശേരി പൊലിമ എന്ന പേരിലാണ് നാം ഇത് ആഘോഷിക്കുന്നത്. 1955 ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച ഈ സ്കൂള് പടിപടിയായി ഉയർന്ന് 2013 ഹൈസ്കൂളായി മാറുകയും തുടർച്ചയായി 10 വർഷം, അതിനുശേഷം 10 വർഷവും 100% നേടുകയും ചെയ്യുകയുണ്ടായി. SSLC പരീക്ഷയിൽ എല്ലാ തരത്തിലും ഇത്രയും ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഈ സ്കൂളിൽ ഇത്രയും പടിപടിയായി ഉയർച്ച ഉണ്ടാവാനൊക്കെ കാരണം നല്ലവരായ, ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നാട്ടുകാരുടെയും PTA-യുടെയും മറ്റ് രാഷ്ട്രീയ പ്രമുഖരുടെയും ഒക്കെ കഴിവുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 70-ാം പിറന്നാളിലേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മൾ ഈ സെപ്റ്റംബർ മുതൽ അടുത്ത 2025 ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 70ഓളം വ്യത്യസ്തങ്ങളായ പരിപാടികൾ വേണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ സംഘാടക സമിതി സെപ്റ്റംബർ 22 കൂടിക്കഴിഞ്ഞു. 28-ാം തീയതി സെപ്റ്റംബർ 28-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വച്ചിരിക്കുകയാണ്. സ്കൂളിൻ്റെ 70-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വളരെ പിന്നോക്കായിരുന്നു തവിടിശ്ശേരി നാടും പ്രദേശവും. ആ കുഗ്രാമത്തിൽ നിന്ന് ഒരു ഹൈസ്കൂളിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നിലവാരം നമ്മളെല്ലാം അത് കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ SSLC വിജയം ഞങ്ങൾ ലക്ഷ്യമിട്ടത് 100% ഫുൾ A+ വാങ്ങണമെന്നതാണ്. പക്ഷെ സാധിച്ചില്ല. 50% ഫുൾ A+ വാങ്ങുന്ന നിലയിലേക്ക് അക്കാദമിക് രംഗം മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപടി പ്രവർത്തനം നമ്മുടെ PTA ആയാലും അതേപോലെ അധ്യാപകരും വലിയ അക്ഷീണം പ്രയത്നിച്ച ഒരു കഥ നമുക്കുണ്ട്. തുടർച്ചയായി ഞങ്ങളിപ്പോൾ വാർഷികം ആഘോഷിക്കുകയാണ്. ആ വാർഷികം പൊതുവെ മറ്റെല്ലാവരും നടത്തുന്നത് പോലെ കുറേ പരിപാടികൾ നടത്തുക എന്നതല്ല. ഇപ്പോൾ 70-ാം വാർഷികത്തിൻ്റെ ഭാഗമായി 70 പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 8 മാസം കൊണ്ട് 70 പരിപാടി. ഈ 70 പരിപാടിയിൽ 90% അക്കാദമിക് രംഗത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ നിലയിൽ ഈ വാർഷികാഘോഷം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാൻ വേണ്ടി നാട്ടുകാർ ഒന്നിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഒരു നാടിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്കൂളിനെ എങ്ങനെയാണ് നമ്മുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം മുമ്പിൽ നടത്തിക്കുക എന്നത് നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇതിനെ കാണുകയാണ്. ആ ഒരു അർത്ഥത്തിൽ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാരൊന്നാകെ ഒരേ മനസ്സോടെ രംഗത്തിറങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്കിൻ്റെ ആ പ്രാഥമികമായ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കാണാൻ സാധിച്ചത്. അത്ര വലിയ പങ്കാളിത്തമായിരുന്നു ആ യോഗത്തിൽ. തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 70-ാമത് വാർഷികാഘോഷ പരിപാടി തവിടിശ്ശേരി പൊലിമയുടെ ഔപചാരികമായ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിക്കുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ T തമ്പാൻ മാസ്റ്റർ തവിടിശ്ശേരി പൊലിമയുടെ ലോഗോ പ്രകാശനം ചെയ്യുന്നു.
വിദ്യാലയ വികസന നിധി സമാഹരണത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ രജനി മോഹൻ നിർവഹിക്കുന്നു. നമ്മുടെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഈ നാടിനെയും സ്കൂളിനെയും എങ്ങനെയാണ് മറ്റ് പ്രദേശത്തിനോടൊപ്പമല്ല ഒരു പടി മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു വരികയാണ്. 70 പരിപാടി നടത്തുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും അവരുടെ മറ്റ് കഴിവുകളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത്. തവിടുശ്ശേരി ഹൈസ്കൂളിൻ്റെ ഈ 70ാം വാർഷികം നമ്മുടെ തവിടുശ്ശേരി പൊലിമ എന്ന പേരിലാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 8 വർഷക്കാലം നമ്മുടെ തവിടുശ്ശേരി ഹൈസ്കൂൾ ഏറ്റവും മികച്ച വിദ്യാലയമാക്കി മാറ്റുന്നതിന് വേണ്ടി തവിടുശ്ശേരി തനിമ, തവിടുശ്ശേരി തിളക്കം, കലയാട്ടം, അങ്ങനെ വിവിധ പേരുകളിലാണ് നമ്മുടെ വാർഷികാഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. ഈ വർഷം വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് തവിടുശ്ശേരി പൊലിമ എന്ന പേരിൽ 8 മാസക്കാലം നിലനിൽക്കുന്ന പരിപാടികൾ പ്ലാൻ ചെയ്തത്. ആ 70ാം വാർഷികത്തിൽ അവസാനിക്കുമ്പോൾ 70 പരിപാടികളാണ് നമ്മുടെ വിദ്യാലയത്തിനും നാടിനും വേണ്ടി സമർപ്പിക്കുന്നത്. ആ 70 പരിപാടികളും വ്യത്യസ്തമായ പേരുകളിൽ കുട്ടികളുടെ എല്ലാവിധ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുന്നത്, കുട്ടികളുടെ എല്ലാവിധ കലാകായിക മണ്ഡലങ്ങളിൽ അവരെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസം 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ പ്രിയങ്കരനായ പയ്യന്നൂർ MLA ശ്രീ ടി മധുസൂദനൻ അവർ നിർവഹിക്കുന്നത്. ആ ചടങ്ങിൽ വെച്ച് തവിടുശ്ശേരി പൊലിമയുടെ നോട്ടീസ് പ്രകാശനം ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി രജനി മോഹൻ, അതുപോലെ തന്നെ അതിൻ്റെ വികസന നിധി സമാഹരണം അഡ്വക്കേറ്റ് KP രമേശൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ പ്രമുഖർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ പ്രമുഖ സാഹിത്യകാരൻ ശ്രീ ജിനേഷ് കുമാർ എരമം ഒരു സാംസ്കാരിക പ്രഭാഷണം കൂടി അന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അന്ന് മുതൽ ഏപ്രിൽ മാസം വരെയാണ് 8 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആ വിപുലമായ പരിപാടികൾ പ്ലാൻ ചെയ്തത്. ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധ നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണവും അതുപോലെ തന്നെ സഹായ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.